ശാന്തി 21/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശിവ് ബാബ വണ്ടർഫുൾ പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. ആ ഒന്നിന് തൻ്റേതായ ഒരു പിതാവില്ല. ആ ഒന്ന് ഒരിക്കലും ആരിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല. ആ ഒന്നിന് ഗുരുവിൻ്റെ ആവശ്യമേയില്ല. ഇങ്ങനെ അത്ഭുതത്തോടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. ചോദ്യം: ഓർമ്മയിൽ ഏതൊരു നവീനത ഉണ്ടെങ്കിൽ ആത്മാവിന് സഹജമായി തന്നെ പാവനമാകുവാൻ സാധിക്കും? ഉത്തരം: ഓർമ്മയിൽ ഇരിക്കുമ്പോൾ ബാബയുടെ കറണ്ട് എടുത്തുകൊണ്ടിരിക്കൂ. ബാബ നിങ്ങളെ നോക്കണം, നിങ്ങൾ ബാബയെ നോക്കണം. ഇങ്ങനെയുള്ള ഓർമ്മ തന്നെയാണ് ആത്മാവിനെ പാവനമാക്കുന്നത്. ഇത് വളരെ സഹജമായ ഓർമ്മയാണ്. എന്നാൽ കുട്ടികൾ ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നത് അടിക്കടി മറന്നു പോകുന്നു. ദേഹി അഭിമാനിയായ കുട്ടികൾക്ക് തന്നെയാണ് ഓർമ്മയിൽ സ്ഥിതി ചെയ്യുവാൻ സാധിക്കുന്നത്. ഓം ശാന്തി. മധുരമായ കുട്ടികൾക്ക് ഈ ഒരു നിശ്ചയമുണ്ട്: ഇത് നമ്മുടെ പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിന് ഒരു പിതാവില്ല. പിതാവില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലുണ്ടാകില്ല. ഓരോരോ കാര്യവും വളരെ നന്നായി മനസ്സിലാക്കേണ്ടവയാണ്. പിന്നെ നോളജും ആ ഒന്ന് കേൾപ്പിക്കുന്നു. ആ ഒന്ന് ഒരിക്കലും പഠിക്കുന്നില്ല. അല്ലാത്ത പക്ഷം മനുഷ്യർ എന്തെങ്കിലുമൊക്കെ തീർച്ചയായും പഠിക്കുന്നു. ശ്രീകൃഷ്ണനും പഠിച്ചിട്ടുണ്ട്. ബാബ പറയുന്നു, ഞാൻ എന്ത് പഠിക്കുവാനാണ്? ഞാൻ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആരിൽ നിന്നും ശിക്ഷണം എടുത്തിട്ടില്ല. ഏതെങ്കിലും ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് തീർച്ചയായും ബാബയുടെ ഉയർന്നതിലും ഉയർന്ന മഹിമ ഉണ്ടാകും. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ആ ഒന്നിനേക്കാൾ ഉയർന്നത് മറ്റെന്തുണ്ടാകും? പിതാവുമില്ല, ടീച്ചറുമില്ല, ഗുരുവുമില്ല. ഈ പരിധിയില്ലാത്ത പിതാവിന് ഒരു പിതാവില്ല, ടീച്ചറില്ല, ഗുരുവില്ല. ആ ഒന്ന് സ്വയമേ പിതാവും ടീച്ചറും ഗുരുവുമാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഈ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെയുള്ള പിതാവിനെയും ടീച്ചറിനെയും സദ്ഗുരുവിനെയും ഓർമ്മിക്കേണ്ടതാണ്. മനുഷ്യർ ഓ ഗോഡ് ഫാദർ എന്ന് പറയുകയും ചെയ്യുന്നു. ആ ഒന്ന് നോളജ്ഫുള്ളാണ്, ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടായിരിക്കുകയില്ല. ആ ഒന്നിന് പഠിപ്പിക്കേണ്ടതും മനുഷ്യ ശരീരത്തിലാണ്. പഠിപ്പിക്കുന്നതിന് വേണ്ടി വായ് തീർച്ചയായും വേണം. കുട്ടികൾക്ക് അടിക്കടി ഈ സ്മൃതി ഉണ്ടായിരുന്നാലും തോണി അക്കരെ എത്തും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. സുപ്രീം ടീച്ചറാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ വരും. ആ ഒന്ന് സദ്ഗുരുവുമാണ്. നമ്മളെ യോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിനോട് തന്നെ യോഗം യോജിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ ആത്മാക്കളുടെയും ഒരേ ഒരു ഫാദറാണ്. എല്ലാ ആത്മാക്കളോടും പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ഈ ശരീരമാകുന്ന വാഹനത്തെ ചലിപ്പിക്കുന്നത് ആത്മാവാണ്. അതിനെ രഥം എന്ന് പറയാം, മറ്റെന്തെങ്കിലും പറയാം. മുഖ്യമായും ചലിപ്പിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവിൻ്റെ പിതാവ് ഒന്ന് തന്നെയാണ്. നാം ഏവരും സഹോദരന്മാരാണ് എന്ന് വായ്കൊണ്ട് പറയുകയും ചെയ്യുന്നു. ഒരു പിതാവിൻ്റെ കുട്ടികളായ നമ്മളേവരും സഹോദരന്മാരാണ്. പിന്നെ എപ്പോഴാണോ ബാബ വരുന്നത് പ്രജാപിത ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ, അപ്പോൾ സഹോദരി സഹോദരൻ ആകേണ്ടി വരും. പ്രജാപിത ബ്രഹ്മ മുഖവംശാവലികൾ സഹോദരി സഹോദരൻ ആയിരിക്കുമല്ലോ. സഹോദരനും സഹോദരിയും തമ്മിൽ ഒരിക്കലും വിവാഹം ഉണ്ടാകില്ല. അപ്പോൾ ഇവരേവരും പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരായി. അപ്പോൾ സഹോദരി സഹോദരൻ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബാബയുടെ ലവ്ലി ചിൽഡ്രനായ ഈശ്വരീയ സമ്പ്രദായമായി. നിങ്ങൾ പറയും, നമ്മൾ ഡയറക്റ്റ് ഈശ്വരീയ സമ്പ്രദായമാണ്.
ഈശ്വരനായ ബാബ നമ്മളെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. ആ ഒന്ന് സദാ സമ്പൂർണമാണ്. ആ ഒന്നിൻ്റെ കലകൾ ഒരിക്കലും കുറയുന്നില്ല. മറ്റെല്ലാവരുടെയും കലകൾ കുറയുന്നു. നമ്മളാണെങ്കിൽ ശിവ് ബാബയുടെ വളരെയധികം മഹിമ ചെയ്യുന്നു. ശിവ് ബാബ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ബാബ തന്നെയാണ് പതീത പാവനൻ. കേവലം ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ ഇത്രയും ബോധിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിൽ ബോധിക്കുന്നു ബാബ എങ്ങനെയാണ് വന്ന് പതീതരെ പാവനമാക്കുന്നത്. ലൗകിക പിതാവുമുണ്ട്, പാരലൗകിക പിതാവുമുണ്ട്. പാരലൗകിക പിതാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. കാരണം പതീതമാണ്, അതിനാൽ ഓർമ്മിക്കുന്നു. പാവനമായെങ്കിൽ പിന്നെ പതീത പാവനെ വിളിക്കേണ്ട ആവശ്യമേ ഇല്ല. നോക്കൂ, ഡ്രാമ എങ്ങനെയുള്ളതാണ്. പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നു. നമ്മൾ പാവന ലോകത്തിൻ്റെ അധികാരിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം നടന്നതായി കാണിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അസുരനുമല്ല ദേവതയുമല്ല. ഇപ്പോൾ നമ്മൾ ഇടയിലാണ്. എല്ലാവരും നിങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കളി വളരെ രസമുള്ളതാണ്. വിനോദത്തിന് വേണ്ടി തന്നെയാണല്ലോ നാടകം കാണാൻ പോകുന്നത്. അതെല്ലാം പരിധിയുള്ള ഡ്രാമയാണ്. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിനെ മറ്റാരും അറിയുന്നില്ല. ദേവതമാർക്കും അറിയുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കലിയുഗത്തിൽ നിന്നും മാറി വന്നിരിക്കുകയാണ്. ആര് സ്വയം അറിയുന്നുവോ അവർക്ക് മറ്റുള്ളവരെയും മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഒരു തവണ ഡ്രാമ കണ്ടുവെങ്കിൽ പിന്നെ മുഴുവൻ ഡ്രാമയും ബുദ്ധിയിൽ വരും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ഇതിൻ്റെ ബീജം മുകളിലാണ്. വിരാട രൂപം എന്ന് പറയുന്നുവല്ലോ. ബാബയിരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർക്ക് ഇതറിയില്ല. ശിവ് ബാബ ഏതെങ്കിലും ഭാഷ പഠിച്ചിട്ടുണ്ടായിരിക്കുമോ? ആ ഒന്നിന് ഒരു ടീച്ചറേ ഇല്ല എന്നിരിക്കെ ഭാഷ എങ്ങനെ പഠിച്ചിട്ടുണ്ടാകും? തീർച്ചയായും ഏത് രഥത്തിൽ വരുന്നുവോ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെയാണ് കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ആ ഒന്നിന് തൻ്റേതായ ഭാഷയൊന്നുമില്ല. ആ ഒന്നും തന്നെ പഠിക്കുന്നതേയില്ല. ആ ഒന്നിന് ഒരു ടീച്ചറില്ല. ശ്രീകൃഷ്ണൻ പഠിക്കുന്നു. കൃഷ്ണന് മാതാവും പിതാവും ടീച്ചറുമുണ്ട്. കൃഷ്ണന് ഗുരുവിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം കൃഷ്ണന് സദ്ഗതി ലഭിച്ചിരിക്കുകയാണ്. ഇതും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്നവരാണ്. ഇത് നിങ്ങൾ സ്മൃതിയിൽ വയ്ക്കൂ. നമ്മളെ പഠിപ്പിക്കുന്നവൻ ബാബയാണ്. നമ്മളിപ്പോൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണൻ, ദേവത എത്ര ക്ലിയറാണ്. ബാബയെക്കുറിച്ച് മുൻപേ തന്നെ പറയുന്നു, ആ ഒന്ന് എല്ലാം അറിയുന്നു എന്ന്. എന്താണ് അറിയുന്നത്? ഇതാർക്കും അറിയില്ല. ആ ഒന്ന് നോളജ്ഫുള്ളാണ്. മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് ആ ഒന്നിനുണ്ട്. ബീജത്തിന് മുഴുവൻ വൃക്ഷത്തിൻ്റെയും നോളജ് ഉണ്ടായിരിക്കും. മറ്റത് ജഡബീജമാണ്. നിങ്ങൾ ചൈതന്യമാണ്. നിങ്ങൾ തൻ്റെ വൃക്ഷത്തിൻ്റെ നോളജ് മനസ്സിലാക്കിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ഈ വെറൈറ്റി മനുഷ്യ സൃഷ്ടിയുടെ ബീജമാണ്. എല്ലാവരും മനുഷ്യരാണ്, എന്നാൽ വെറൈറ്റിയാണ്. ഒരു ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫീച്ചേഴ്സ് പോലും മറ്റൊരാളുടേതുപോലെ ആയിരിക്കില്ല. 2 ആക്ടേഴ്സ് ഒരുപോലെ ആയിരിക്കുക സാധ്യമല്ല. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. നമ്മൾ മനുഷ്യരെ അല്ല ആക്ടേഴ്സ് എന്ന് പറയുന്നത്, ആത്മാവിനെയാണ് പറയുന്നത്. അവർ മനുഷ്യരെ തന്നെയാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ആത്മാക്കൾ ആക്ടേഴ്സാണ്. അത് ശരീരത്തിലൂടെ ഡാൻസ് ചെയ്യുന്നു. മനുഷ്യൻ കുരങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് പോലെ ഈ ആത്മാവ് ശരീരത്തെ ഡാൻസ് ചെയ്യിക്കുന്നു, പാർട്ട് അഭിനയിപ്പിക്കുന്നു. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പരിധിയില്ലാത്ത ബാബ തീർച്ചയായും വരികയും ചെയ്യുന്നു. വരുന്നില്ല എന്നല്ല, ശിവജയന്തിയുമുണ്ട്. ലോകം എപ്പോഴാണോ ചേഞ്ച് ആകേണ്ടത് അപ്പോൾ തന്നെയാണ് ബാബ വരുന്നത്.
ഭക്തിമാർഗത്തിൽ ശ്രീകൃഷ്ണനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ എങ്ങനെ വരും? കലിയുഗത്തിലോ സംഗമത്തിലോ ശ്രീകൃഷ്ണന്റെ രൂപം ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. പിന്നെ കൃഷ്ണനെ ഭഗവാൻ എന്നെങ്ങനെ പറയും? അത് സത്യയുഗത്തിലെ ആദ്യ നമ്പറിലെ പ്രിൻസാണ്. കൃഷ്ണന് പിതാവും ടീച്ചറുമുണ്ട്. ഗുരുവിൻ്റെ ആവശ്യം കൃഷ്ണനില്ല, കാരണം സദ്ഗതിയിലാണ്. സ്വർഗത്തെ സദ്ഗതി എന്ന് പറയുന്നു. കണക്കും ക്ലിയറാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യർ 84 ജന്മം എടുക്കുന്നു. ആരെല്ലാം എത്ര ജന്മം എടുക്കുന്നു എന്നത് കണക്കാക്കുന്നു. ഡേറ്റി കുലം തീർച്ചയായും ആദ്യം വരുന്നു. ആദ്യത്തെ ജന്മം അവരുടേത് തന്നെയായിരിക്കും. ഒരാളുടേതുണ്ടാകുമ്പോൾ അയാൾക്ക് പിന്നാലെ എല്ലാവരും വരുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളിലും ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ആ പഠനത്തിൽ ഉള്ളതുപോലെ ഇത് വളരെ സഹജമാണ്. കേവലം ഒരു ഗുപ്ത ഡിഫിക്കൽറ്റി ഉണ്ട്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു. അതിൽ മായ വിഘ്നമിടുന്നു. കാരണം മായ രാവണന് ഈർഷ്യയുണ്ടാകുന്നു. നിങ്ങൾ രാമനെ ഓർമ്മിക്കുന്നു. അപ്പോൾ രാവണന് ഈർഷ്യയുണ്ടാകുന്നു. എൻ്റെ ശിഷ്യൻ രാമനെ എന്തുകൊണ്ട് ഓർമ്മിക്കുന്നു? ഇതും ഡ്രാമയിൽ മുൻപേ തന്നെ അടങ്ങിയിട്ടുള്ളതാണ്, പുതിയ കാര്യമല്ല. കഴിഞ്ഞ കൽപ്പത്തിൽ ഏതൊരു പാർട്ട് അഭിനയിച്ചുവോ അത് തന്നെ അഭിനയിക്കും. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ ഏതൊരു പുരുഷാർത്ഥം ചെയ്തുവോ അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും നിൽക്കുന്നില്ല. ടൈമിൻ്റെ ടിക് ടിക് നടന്നുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് 5000 വർഷത്തിൻ്റെ ഡ്രാമയാണ്. ശാസ്ത്രങ്ങളിൽ എങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ബാബ ഒരിക്കലും ഭക്തി ഉപേക്ഷിക്കൂ എന്ന് പറയില്ല. കാരണം അഥവാ ഇവിടെയും നടക്കാൻ സാധിക്കുന്നില്ല, അവിടെ നിന്നും ഒഴിവായി പോവുകയും ചെയ്തുവെങ്കിൽ ഇവിടത്തേതുമല്ല അവിടത്തേതുമല്ല എന്നായി പോകും. ഒരു ഉപയോഗവും ഇല്ലാത്തതാകും. അതിനാൽ നിങ്ങൾ കാണുന്നുണ്ട്, പല മനുഷ്യരും ഇങ്ങനെയുമുണ്ട്. അവർ ഭക്തി ഒന്നും തന്നെ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ പറയുന്നു ഭഗവാൻ തന്നെയാണ് അനേകം രൂപം സ്വീകരിക്കുന്നത്. ഈ പരിധിയില്ലാത്ത ഡ്രാമ അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമാണ്. അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിനെ അനാദി അവിനാശി വേൾഡ് ഡ്രാമ എന്ന് പറയുന്നു. ഇതും കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും കുമാരിമാരായ നിങ്ങൾക്ക് വളരെ സഹജമാണ്. മാതാക്കൾക്കാണെങ്കിൽ ഏത് പടി കയറിയോ അത് ഇറങ്ങേണ്ടി വരും. കുമാരിക്ക് മറ്റൊരു ബന്ധനവുമില്ല, ചിന്തനമേ ഇല്ല. ബാബയുടേതായി മാറണം. ലൗകിക സംബന്ധത്തെ മറന്ന് പാരലൗകിക സംബന്ധം യോജിപ്പിക്കണം. കലിയുഗത്തിലാണെങ്കിൽ ദുർഗതി തന്നെയാണ്. ഡ്രാമയനുസരിച്ച് താഴെ ഇറങ്ങുക തന്നെ വേണം. ഭാരതവാസികൾ പറയുന്നു, ഇവയെല്ലാം ഈശ്വരൻ്റേതാണ്. ആ ഒന്ന് യജമാനനാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ആത്മാവാണ്. പിന്നെ ഇതെല്ലാം ഈശ്വരൻ്റേതാണ്. ഈ ദേഹം തുടങ്ങി എന്തെല്ലാം ഉണ്ടോ പരമാത്മാവ് നൽകിയതാണ്. വായുകൊണ്ട് പറയുന്നത് ശരി തന്നെ. ഇതെല്ലാം ഈശ്വരനാണ് നൽകിയത് എന്ന് പറയുന്നു. ശരി. പിന്നെ ആ ഒന്നിനാൽ നൽകപ്പെട്ട വസ്തുവിൽ വഞ്ചന ചേർക്കുവാൻ പാടില്ലാത്തതാണ്. എന്നാൽ അതിനനുസരിച്ചും നടക്കുന്നില്ല. രാവണൻ്റെ മതമനുസരിച്ചാണ് നടക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ട്രസ്റ്റിയാണ്. പക്ഷേ രാവണൻ്റെ സമ്പ്രദായം ആയത് കാരണം നിങ്ങൾ ട്രസ്റ്റിയായി ഇരിക്കുന്ന കാര്യത്തിൽ സ്വയം തന്നെ ചതിക്കുന്നു. വായ്കൊണ്ട് പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ബാബ വസ്തു നൽകുകയും പിന്നെ തിരിച്ചെടുക്കുകയുമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നത് എന്തുകൊണ്ട്? മമത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങൾ ബാബ തൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് വിളിച്ചത്. ബാബ നമ്മളെ കൂടെ കൊണ്ടുപോകൂ. നമ്മൾ രാവണ രാജ്യത്തിൽ വളരെയധികം ദുഃഖിതരാണ്. വന്ന് നമ്മളെ പാവനമാക്കൂ. കാരണം പാവനമാകാതെ നമുക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നു.
നമ്മളെ കൊണ്ടുപോകൂ. എവിടേക്ക്? വീട്ടിലേക്ക് കൊണ്ടുപോകൂ. എല്ലാവരും പറയുന്നു നമ്മൾ വീട്ടിൽ പോകട്ടെ എന്ന്. ശ്രീകൃഷ്ണന്റെ ഭക്തർ ആഗ്രഹിക്കുന്നു നമ്മൾ കൃഷ്ണപുരിയിൽ വൈകുണ്ഠത്തിൽ പോകട്ടെ. സത്യുഗം തന്നെയാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട വസ്തുവാണ്. മനുഷ്യർ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുന്നില്ല. സ്വർഗം സത്യുഗത്തിൽ തന്നെയാണുള്ളത്. കലിയുഗത്തിലുള്ളത് നരകമാണ്. അപ്പോൾ തീർച്ചയായും പുനർജന്മം നരകത്തിൽ തന്നെയായിരിക്കും. ഇത് സത്യുഗമൊന്നുമല്ല, മറ്റേത് വണ്ടർ ഓഫ് വേൾഡാണ്. പറയുകയും ചെയ്യുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ആരെങ്കിലും മരിക്കുമ്പോൾ അവരുടെ സംബന്ധികൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ബാബയുടെ അടുക്കൽ 84ന്റെ ചക്രത്തിൻ്റെ നോളജ് ഉണ്ട്. അത് ബാബയ്ക്ക് തന്നെയാണ് നൽകാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്വയം ദേഹമാണ് എന്ന് വിചാരിച്ചിരുന്നു. അത് റോങ് ആയിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു ദേഹി അഭിമാനി ഭവ. ശ്രീകൃഷ്ണന് ദേഹി അഭിമാനി ഭവ എന്ന് പറയാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണന് തൻ്റേതായ ദേഹമുണ്ടല്ലോ. ശിവബാബയ്ക്ക് തൻ്റേതായ ദേഹമില്ല. ഇത് ആ ഒന്നിൻ്റെ രഥമാണ്. ഇതിൽ ആ ഒന്ന് വിരാജിതനാണ്. ആ ഒന്നിൻ്റെ രഥമാണിത്. ഇദ്ദേഹത്തിൻ്റെയും രഥമാണ്. ഇദ്ദേഹത്തിന് സ്വന്തം ആത്മാവുമുണ്ട്. ബാബ ലോൺ എടുത്തിരിക്കുകയാണ്. ബാബ പറയുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആധാരം എടുക്കുന്നു. സ്വന്തമായൊന്ന് ഇല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കും? ബാബ ദിവസവും ഇരുന്ന് കുട്ടികളെ ആകർഷിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ നോക്കൂ. ഈ ശരീരവും മറക്കണം. ഞാൻ നിങ്ങളെ നോക്കും, നിങ്ങൾ എന്നെ നോക്കൂ. നിങ്ങൾ എത്രത്തോളം ബാബയെ നോക്കും പവിത്രമായിക്കൊണ്ടിരിക്കും. പാവനമാകുന്നതിന് മറ്റൊരു ഉപായവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ പറയൂ. അതിലൂടെ ആത്മാവ് പവിത്രമാകുന്നുണ്ടോ? ഗംഗാജലത്തിലൂടെ ആവുകയില്ല. ആദ്യമായി ആർക്കും ബാബയുടെ പരിചയം നൽകണം. ഇങ്ങനെയുള്ള മറ്റൊരു പിതാവില്ല. നാടി നോക്കൂ. ആശ്ചര്യപ്പെടുന്നതും മനസ്സിലായോ? ഈ ഒന്നിനെ പരമാത്മാവ് എന്ന് പറയുന്നു എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ തൻ്റെ പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആരാണ്? ഇതും കുട്ടികൾക്ക് അറിയാം. ഹിസ്റ്ററി റിപ്പീറ്റ് ആകുന്നു. ആര് ഈ കുലത്തിലേതായിരിക്കുമോ അവർ തന്നെയാണ് വരുന്നത്. ബാക്കി എല്ലാവരും തങ്ങളുടെ ധർമ്മത്തിലേക്ക് പോകും. ആര് മറ്റു ധർമ്മങ്ങളിൽ കൺവേർട്ടായി പോയോ അവർ പിന്നെ മാറി അവരവരുടെ സെക്ഷനിലേക്ക് പോകും. അതിനാൽ നിരാകാരി വൃക്ഷവും കാണിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നതേ പ്രയാസമാണ്. 7 or 8 പേരിൽ നിന്നും 1-2 പേർ വരും. അവർ മനസ്സിലാക്കും ഈ നോളജ് വളരെ നല്ലതാണ്. ആര് ഇവിടുത്തേതായിരിക്കുമോ അവർക്ക് കൊടുങ്കാറ്റുകൾ വരുന്നത് കുറവായിരിക്കും. ആഗ്രഹമുണ്ടാകും വീണ്ടും പോകാം, പോയി കേൾക്കാം എന്ന്. പിന്നെ ചിലർ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിലും വന്നു പോകുന്നു. അപ്പോൾ പിന്നെ വരുന്നതേയില്ല. എവിടെ പാർട്ടി പോകുന്നത് കാണുമോ അപ്പോൾ അതിൽ തൂങ്ങിക്കിടക്കും, അതിൽ അറ്റാച്ച്ഡ് ആകും. പ്രയത്നം വളരെയധികം ഉണ്ടാകുന്നുവല്ലോ. എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു? അടിക്കടി പറയുന്നു നമ്മൾ മറന്നു പോകുന്നു. ഞാൻ ആത്മാവാകുന്നു, ശരീരമല്ല. ഇത് അടിക്കടി മറന്നു പോകുന്നു. ബാബയ്ക്കും അറിയാം. കുട്ടികൾ കാമചിതയിലിരുന്ന് കറുത്തുപോയി ഖബറിൽ പ്രവേശിച്ചവരായിരിക്കുകയാണ്. അതിനാൽ കറുത്തവരായി. അവരോട് തന്നെയാണ് ബാബ പറയുന്നത് എൻ്റെ കുട്ടികളെല്ലാവരും എരിഞ്ഞ് മരിച്ചു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. എത്ര കോടിക്കണക്കിന് ആത്മാക്കൾ നമ്മുടെ വീട്ടിൽ വസിക്കുന്നവരാണ്. അതായത് ബ്രഹ്മലോകത്തിൽ വസിക്കുന്നവരാണ്. ബാബയാണെങ്കിൽ പരിധിയില്ലാത്തതിൽ നിൽക്കുന്നല്ലോ. നിങ്ങളും പരിധിയില്ലാത്തതിൽ നിൽക്കും. ഇതറിയുന്നുണ്ട്. ബാബ സ്ഥാപന ചെയ്ത ശേഷം പോകും. പിന്നെ നിങ്ങൾ രാജ്യം ഭരിക്കും. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് പോകും. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ഏതെങ്കിലും ആക്ടറിനോട് രാവണൻ ഈർഷ്യ കാണിച്ചുവെങ്കിൽ, വിഘ്നമിട്ടുവെങ്കിൽ, കൊടുങ്കാറ്റിൽ കൊണ്ടുവന്നുവെങ്കിൽ അതിനെ നോക്കാതെ സ്വന്തം പുരുഷാർത്ഥത്തിൽ തൽപരരായിരിക്കണം. കാരണം ഓരോ ആക്ടറിൻ്റെയും പാർട്ട് ഈ ഡ്രാമയിൽ അവരവരുടേതാണ്. ഈ അനാദി ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. രാവണൻ്റെ മതമനുസരിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഈശ്വരൻ്റെ വസ്തുവിൽ വഞ്ചന കാണിക്കരുത്. എല്ലാത്തിൽ നിന്നും മമത്വം മാറ്റി പൂർണ്ണമായും ട്രസ്റ്റിയായി കഴിയണം. വരദാനം: സദാ ഏകരസമായ മൂഡ്, അതായത് മനോനിലയിലൂടെ സർവ ആത്മാക്കൾക്കും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും അഞ്ജലി നൽകുന്ന മഹാദാനിയായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ മൂഡ് സദാ ഏകരസമായിരിക്കട്ടെ. ചിലപ്പോൾ മൂഡ് ഓഫും ചിലപ്പോൾ വളരെ സന്തോഷത്തിൻ്റെ മൂഡും. ഇങ്ങനെ പാടില്ല. സദാ മഹാദാനിയാകുന്നവരുടെ മൂഡ് ഒരിക്കലും മാറുന്നില്ല. ദേവതയാകുന്നവർ എന്നാൽ നൽകുന്നവർ. താങ്കൾക്ക് ആര് എന്തു തന്നെ നൽകിയാലും മഹാദാനികളായ കുട്ടികളായ താങ്കൾ എല്ലാവർക്കും സുഖത്തിൻ്റെ അഞ്ജലിയും ശാന്തിയുടെ അഞ്ജലിയും സ്നേഹത്തിൻ്റെ അഞ്ജലിയും നൽകൂ. ശരീരത്തിൻ്റെ സേവനത്തോടൊപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെയുള്ള സേവനത്തിൽ ബിസിയായിരിക്കൂ. അപ്പോൾ ഡബിൾ പുണ്യം ശേഖരിക്കപ്പെടും. സ്ലോഗൻ: താങ്കളുടെ വിശേഷതകൾ പ്രഭു പ്രസാദമാണ്. അതിനെ കേവലം തനിക്ക് വേണ്ടി യൂസ് ചെയ്താൽ പോരാ, പങ്കുവയ്ക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ ചിന്തകളെ ആത്മസ്വരൂപത്തിൽ കേന്ദ്രീകരിച്ച് ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ എൻ്റെ ചിന്തകളെ പരമാത്മാവിലേക്ക് കൊണ്ടുപോകുന്നു. പ്രഭു മിലനത്തിൻ്റെ ഈശ്വരീയ സുഖം ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ സാമീപ്യം എന്നിൽ വികൽപ്പരഹിതമായ ഒരു ആത്മീയ ഭാവം ഉണർത്തുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും നവീനമായ ഒരു അനുഭവം എനിക്കുണ്ടാകും. ശക്തികളുടെയും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശ്രേഷ്ഠ ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ ഖജനാവുകളാകുന്ന പ്രഭു പ്രസാദം ഞാൻ വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും ദാനം ചെയ്യുന്നു. युग में आकर उसने सबको गम से दूर किया, भस्म किया विकार।
ज्ञान से भरपूर किया। संगम युग में आकर उसने सबको गम से दूर किया। भस्म किया विकारों को ज्ञान से भरपूर किया। डूबी नाव निकाल नरक से सतयुग में पहुंचाई। जगमग करती एक ज्योति